ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ഭാരതപ്പുഴയിൽ മാന്നൂർ ഉരുക്ക് തടയണയ്ക്ക് സമീപം അനധികൃതമായി മത്സ്യബന്ധനം നടത്തിയവർക്കെതിരെ ഫിഷറീസ് വകുപ്പിന്റെ നടപടി. മത്സ്യബന്ധനക്കാർക്ക് പിഴ ചുമത്തി. ഇവരിൽ നിന്നും 5 കൊളുത്തുകളോട് കൂടിയ സ്പൈഡർ ഹുക്കുകളും പിടികൂടി. ഭാരതപ്പുഴയിലെ വാണിയംകുളം മാനന്നൂർ ഉരുക്ക് തടയണ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് അനധികൃതമായി മത്സ്യബന്ധനം നടത്തുന്നവരെ കണ്ടെത്തി പിഴ ഈടാക്കിയത്. ഫിഷറീസ് വകുപ്പിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. മത്സ്യഭവൻ പരിധിയിൽ ഭാരതപ്പുഴയുടെ തീരങ്ങളിൽ അനധികൃതമായി മത്സ്യബന്ധനം നടക്കുന്നുണ്ട് എന്ന പരാതി മത്സ്യത്തൊഴിലാളികളിൽ നിന്നും പ്രദേശവാസികളിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫിഷറീസ് വകുപ്പ് ആലത്തൂർ മത്സ്യഭവനിൽ നിന്നും പരിശോധന നടത്തുകയും ആ പരിശോധനയിൽ വാണിയംകുളം മാന്നന്നൂർ തടയണയ്ക്ക് സമീപം അനധികൃതമായി മത്സ്യബന്ധനം നടത്തുന്നുണ്ട് എന്ന് നേരിട്ട് ബോധ്യമാവുകയും മത്സ്യബന്ധനം നടത്തിയ ആളുകളിൽ നിന്ന് പിഴ ഈടാക്കുകയും തുടർന്നുള്ള ദിവസങ്ങളിൽ അനധികൃതമായി മത്സ്യബന്ധനം നടത്തരുത് എന്ന നിർദ്ദേശം നൽകുകയും ചെയ്തു. 5ലധികം കൊളുത്തുകളുള്ള സ്പൈഡർ ഹുക്കുകൾ ഉപയോഗിച്ച് തടയണ പരിസരത്ത് മീൻ പിടിച്ചവരെയാണ് പിടികൂടി ഫൈൻ ഈടാക്കിയത്. ഭാരതപ്പുഴ കേന്ദ്രീകരിച്ച് വിവിധ തടയണകളിൽ ഇത്തരത്തിൽ ഒരു ചൂണ്ടയിൽ തന്നെ 5ഉം അതിൽ കൂടുതലും കൊളുത്തുകളുള്ള സ്പൈഡർ കൊളുത്തുകൾ ഉപയോഗിച്ച് മീൻ പിടിക്കുന്നുണ്ടെന്ന് ഫിഷറീസ് വകുപ്പിന് പലയിടങ്ങളിൽ നിന്നായി പരാതി ലഭിച്ചിരുന്നു. ആലത്തൂർ മത്സ്യഭവൻ ഫിഷറീസ് ഓഫീസർ അരുൺ ബേബി, അക്വാകൾച്ചർ പ്രൊമോട്ടർ കെ വിനോദ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടന്നത്. അനധികൃതമായി മീൻപിടുത്തം തടയുന്നതിനായി പരിശോധന തുടരുമെന്നും ഓഫീസർമാർ അറിയിച്ചു. അനധികൃതമായ മീൻപിടുത്തം തടയുന്നതിനായി പരിശോധന തുടരുമെന്നും ഓഫീസർമാർ അറിയിച്ചു. അന്വേഷണം നടത്തുകയും പരാതി ബോധ്യപ്പെട്ട് മീൻപിടുത്തക്കാരിൽ നിന്ന് പിഴ ഈടാക്കുകയും അവർക്ക് വേണ്ട മുന്നറിയിപ്പ് നൽകുകയും ഇനി ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള മുന്നറിയിപ്പ് നൽകുകയും ചെയ്യും. ആലത്തൂർ മത്സ്യഭവനിൽ നിന്ന് ഫിഷറീസ് ഓഫീസറായ അരുൺ ബേബി, പ്രൊജക്ട് കോർഡിനേറ്ററായ ന്യൂസ് ഡെസ്ക് CCV.